ഒക്ടോബർ 7-ാം തീയതിയിലെ ഭീകരാക്രമണത്തിനിടെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ജർമ്മൻ യുവതി ഷാനി ലുക്ക് മരിച്ചതായി സ്ഥിരീകരിച്ചു. 22 വയസ്സായിരുന്നു. ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഷാനിയെ പിക്കപ്പ് വാനിന്റെ പിറകിൽ നഗ്നയാക്കി പ്രദർശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വിവരണാതീതമായ പീഡനങ്ങൾ സഹിച്ചാണ് ഷാനി മരിച്ചതെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഗാസയിൽ നിന്ന് ലഭിച്ച മൃതദേഹഭാഗത്തിന്റെ DNA പരിശോധനയിലാണ് മരണം സ്ഥിരീകരിക്കപ്പെട്ടതെന്ന് ഷാനിയുടെ അമ്മ റിക്കാർഡ ലുക്ക് അറിയിച്ചു. ഗാസയോട് ചേർന്ന നെഗവ് മരുഭൂമിയിൽ സൂപ്പർനോവ സംഗീത പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ഷാനി ബന്ദിയാകുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ഭീകരർ പിടികൂടുകയായിരുന്നു. ഭീകരാക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ ഷാനിയെ മർദ്ദിക്കുന്നതും പിക്കപ്പ് വാനിന്റെ പിന്നിൽ കമഴ്ത്തിക്കിടത്തി പ്രദർശിപ്പിക്കുന്നതും കാണാമായിരുന്നു. ഷാനിയുടെ ദേഹത്തെ ടാറ്റു കണ്ട കുടുംബാംഗങ്ങൾ തിരിച്ചറിയുകയും ഷാനിക്ക് ബോധമില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. ഷാനിയുടെ മൃതദേഹം പൂർണ്ണമായി കണ്ടെടുത്തുവോ എന്നതിൽ വ്യക്തതയില്ല. ഗാസയിൽ നിന്ന് ലഭിച്ച തലയോട്ടി ശകലത്തിന്റെ DNA പരിശോധനയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ സൂപ്പർനോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത 260 പേരാണ് കൊല്ലപ്പെട്ടത്.